ബഹ്റൈനിൽ ഇന്ത്യക്കാർ തുടർന്ന് ഫസ്റ്റ് ഗ്യാസിൻ്റെ ഒരു കമ്പനിയാണത്. ഇന്ത്യയിൽ മലയാളക്കാർ ഉണ്ടാക്കിയ ഗ്യാസിൻ്റെ ഉള്ളിൽ ബഹ്റൈനില്ല. ബഹ്റൈനിൽ മൊത്തത്തിൽ 10-15 സപ്ലൈക്കാരുള്ളതെല്ലാം പാകിസ്ഥാനിലാണ്. മലയാളക്കാരായിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് പുറത്തും പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെ സപ്പോർട്ട് സ്പോൺസറാണ് ഷൗക്കിയാണ്. ഇതിൻ്റെ ഡയറക്ടറാണ്. ഇതിൻ്റെ ഡയറക്ടറാണ്. ജമാലിൻ്റെ ഡയറക്ടറാണ്. അഷോക് ഡയറക്ടറാണ്. ഇതെല്ലാവരും കൂടി ഒരു കൂട്ടായിട്ടുള്ളതാണ് ഇത് തുടങ്ങുന്നത്. ഇതെങ്ങനെ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ വരുന്നത്? ഒരു പ്രവർത്തനം വരുന്നത് ബഹ്റൈനിലെല്ലാ ഭാഗത്തും വണ്ടിയുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്, മൊത്തം വീട്ടിലേക്ക് ആവശ്യം, വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്യാസിന്റെ സിലിണ്ടർ സപ്ലൈ ചെയ്യണം. മൊബൈൽ സർവീസ് ആണ് ഏത് ഫീൽഡാണ് ഗ്യാസ് എവിടെയാണെങ്കിലും നമ്മൾ വെച്ചോളൂ. അതിപ്പോൾ പിന്നെ ഇനി വേറൊരു കമ്പനീൻ്റെ സിലിണ്ടർ ആണെങ്കിലും നമുക്കത് തരികയാണെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ റീഫില്ലിങ്ങിൻ്റെ പൈസ മാത്രം വെച്ചിട്ട് നമ്മളത് ചെയ്തു. കണക്ഷൻ ചേഞ്ചിങ്ങിന് ചാർജ് ഇല്ല. കണക്ഷൻ ചേഞ്ചിങ്ങിന് വേറെ ചാർജൊന്നും ഇല്ല. ഈ ഗ്യാസിൻ്റെ പൈസ മാത്രം തന്നാൽ സിലിണ്ടർ തരികയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത ഏത് സമയത്തും വിത്തിൻ 24 hours മോർണിംഗ് വിളിക്കുകയാണെങ്കിൽ ഈവനിങ്ങിനുള്ളിൽ സിലിണ്ടർ കിട്ടുന്നു. നിങ്ങൾക്ക് ഷോപ്പ് സോളായിട്ടുണ്ട്, ഓൾ ഓവർ ബഹ്റൈനുണ്ട്, അതല്ല ഒറ്റ പ്ലാന്റ് മാത്രമായിട്ടാണ് അങ്ങനെ പ്രവർത്തനം? പ്ലാന്റ് ഒറ്റൊരു പ്ലാന്റ് സാധനം എടുത്തിട്ട് ഓൾ ഓവർ ബഹ്റൈൻ ഡെലിവറി ചെയ്യും. അതുപോലെ ഹോട്ടൽസിന്റെ എല്ലാ വർക്കുകളും ഹോട്ടൽസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ വർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിച്ചണിലുള്ള എല്ലാ വർക്കും കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ 20 എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കും കിച്ചൺ വർക്ക് കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് ഇന്ത്യക്കാരുടെ പ്രവാസത്തിന് ഒരു 100-ലധികം പാരമ്പര്യമുണ്ട് ബഹ്റൈനിൽ. എന്തുകൊണ്ടാണ് അപ്പം ആദ്യമായിട്ട് നിങ്ങളാണ് മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത്? ഇത്രയും കാലം ഒരു ഇന്ത്യൻ കമ്പനി എന്തുകൊണ്ട് ബഹ്റൈനിൽ വന്നില്ല എന്നുള്ളതിനൊരു റീസൺ ഉണ്ടോ? പിന്നെ സിയാറ് ലൈസൻസ് ഗ്യാസിന് പുതിയ ലൈസൻസ് ഒരു 4 വർഷമായിട്ട് 5 വർഷമായിട്ട് ആരും കൊടുക്കുന്നില്ല. ഞങ്ങൾ പഴയ ലൈസൻസ് ഞങ്ങൾ കച്ചവടം ചെയ്തു. അതും പാകിസ്ഥാനിൽ നിന്ന് കച്ചവടമില്ല. അത് പാകിസ്ഥാനിൽ തുടങ്ങിയ ഇതാണ് ഗ്യാസിൽ ഞങ്ങൾ കച്ചവടം ചെയ്തിട്ട് നമ്മൾ നടക്കുന്നത് 5 വർഷം ആയിട്ടുള്ളത്. എല്ലാവരും ലോങ് ടേം ആയിട്ട് ബഹ്റൈൻ റെസിഡൻസ് ആണോ പാർട്ട്നേഴ്സ് എല്ലാവരും? അതെ അതെ. നമ്മളിപ്പോൾ 34 വർഷമായി. ഞാൻ ഏകദേശം 30 വർഷമായി. ജമാൽ 30 വർഷമായി. ഞാൻ 30 വർഷത്തിൽ ഞങ്ങൾക്ക് ആൾക്കാരാണ്. ഓഫീസ് സൽമാൻ. ഇതിൽ ഇനാഗ്രൽ ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഓഫർ ഇനാഗ്രൽ ഓഫറായിട്ട് നമുക്കിപ്പം പുതിയൊരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ, വീട്ടിലേക്ക് പുതിയൊരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിലിണ്ടർ, സ്റ്റൗ, റെഗുലേറ്റർ എല്ലാം കൊടുക്കും. 50 ദിനാറ് നമുക്കിപ്പോൾ ഒരു 35 ദിനാറായിട്ട് കൊടുക്കാം. എല്ലാ രീതിയിൽ 30 ദിനാറാണ് ഇവിടെ സിലിണ്ടറിന് മാത്രം കൊടുക്കുന്നത്. എല്ലാം കൂടിയായിട്ട് നമ്മൾ 35 ദിനാറായിട്ട് നമ്മൾ പുതിയൊരു ഓഫറായിട്ട് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കും. അത് വലിയ സിലിണ്ടറല്ലോ? വീട്ടിലേക്ക് കൊടുക്കുന്ന സിലിണ്ടർ വീട്ടിലേക്ക് ഉപയോഗിക്കും. വീട്ടിലേക്കുള്ള സിലിണ്ടർ, സ്റ്റൗ, പിന്നെ അതിൻ്റെ റെഗുലേറ്റർ, അതിൻ്റെ കേബിൾ കാര്യങ്ങൾ ഫുള്ളി ഇൻസ്റ്റാളേഷൻ ചെയ്തോളൂ. 35 ദിനാറ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തോളൂ. നോർമലി അത് വരുന്നത് സിലിണ്ടറിന് മാത്രം 30 ദിനാറ് വരും. മൊത്തത്തിൽ ഫസ്റ്റ് വരുന്ന 50 ദിനാറ് ഫസ്റ്റാണ്. നമ്മളിപ്പോൾ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 35 ദിനാറ് ചെയ്തോളൂ. എന്താണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ എംപ്ലോയി സ്ട്രെങ്ത് എങ്ങനെയാണ് കമ്പനിയുടെ? ടോട്ടൽ 8 പേരാണ്. 8 പേര്. സ്റ്റാർട്ടിംഗ് ആണ് 360 വണ്ടിയാണ്.
എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്സ് ആണ്. എക്സ്പീരിയൻസ് സ്റ്റാഫാണ്. ഫൈൻ ഗ്യാസ് എന്നല്ല പേര് അല്ലേ? ഇതിന്റെ സാധാരണ ഇപ്പം നോർമൽ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ ഉണ്ടല്ലോ, അതിന് എത്രയാണ് റേറ്റ് ചാർജ്? അത് റീഫില്ലിങ്ങിന് 2.50 ആ നോർമൽ ഇത് മിനിസ്റ്റർ റേറ്റ് ആണ്. അതേപോലെ വലിയ അണ്ടർകൗണ്ട് ചെയ്യുന്നുണ്ട്. മിനിസ്റ്റർ റേറ്റ് വരുന്നത് 4,770 നമ്മൾ ഹോട്ടൽസിനൊക്കെ സ്പെഷ്യൽ ഓഫർ ഓഫർ റേറ്റിൽ കൊടുക്കും. നിങ്ങളൊരു 1 year റോഡ് മാപ്പിൽ മിനിമം എത്ര കണക്ഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വേറെ മാർക്കറ്റിൽ? 1000 കണക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1000 ബ്രേക്ക് ഈവൻ പ്രോഫിറ്റബിൾ ആയി. പാകിസ്ഥാനികളുടെ കുത്തകയുമാണ് സംഭവം. ചില സർവീസ് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് കഴിഞ്ഞിപ്പോൾ ഫീഡ്ബാക്ക് എടുത്ത് നോക്കിയാൽ അത്യാവശ്യം ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തെങ്കിലും ഇന്ന് രാവിലെ കംപ്ലൈൻറ്റ് വിളിച്ചാൽ പോലും അത് ഇന്ന് ഈവനിങ്ങിനുള്ളിൽ പ്രശ്നങ്ങൾ തീർത്തിട്ട് ഇവരെ ഇപ്പം സർവീസ് അത്രയും കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഒരു ഗ്യാസ് ഫീൽഡിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടാവോ? ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാ. സോഫ്റ്റ്വെയർ കമ്പനിയാണ് എടുത്തത്. 5 വർഷമായിട്ട് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ പുതിയ മാനേജ്മെന്റിലേക്ക് ഫൈൻ ഗ്യാസ് ആയിട്ട് പുതിയ പ്രോജക്റ്റ് ചെയ്തു. പുതിയ ലോഞ്ചിങ് ഡേറ്റ് ആ ഡേറ്റ് 25-ാം തീയതി പിന്നെ സൽമാനി ടെസ്റ്റ് കഴിഞ്ഞ 4 എല്ലാവരെയും അവതരിച്ചു. ലോഞ്ചിങ് ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ലോഞ്ചിങ് ഗസ്റ്റ് കാര്യമായിട്ട് നമ്മുടെ സ്പോൺസർ തന്നെയാണ് ഗസ്റ്റ്. നോർമൽ ബുക്കിംഗ് സിസ്റ്റം നോർമൽ അല്ലേ? വാട്സപ്പ് കോള് വാട്സപ്പിൽ നമ്പറുണ്ട്, വിളിക്കും.